ഹലോ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ടാലിയാണ്. ടാലിയിൽ ബാങ്കിങ് ട്രാൻസാക്ഷൻസ് എങ്ങനെയാണ് ചെയ്യുക എന്നതാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. പലതരത്തിലുള്ള ബാങ്കിങ് ട്രാൻസാക്ഷൻസ് വരാറുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ കമ്പനിയുടെ പേരിലുള്ള അക്കൗണ്ടിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുക, വിഡ്രോ ചെയ്യുക, അതേപോലെ തന്നെ ട്രാൻസ്ഫർ ചെയ്യുക എമൗണ്ടുകൾ, പിന്നെ ആരെങ്കിലും നമുക്ക് ക്യാഷ് തരാനുണ്ടെങ്കിൽ അത് ചെക്കായിട്ട് നമ്മൾ റിസീവ് ചെയ്യുക, നമ്മൾ പെയ്ഡ് ചെയ്യുന്നത് ചെക്കായിട്ട് പെയ്ഡ് ചെയ്യുക, അങ്ങനെ കുറേ കാര്യങ്ങൾ ട്രാൻസാക്ഷൻസ് വരുന്നുണ്ട്. അത് ഓരോന്നും എങ്ങനെയാണെന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോണത്. അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് ഒരു ബാങ്കിലേക്ക് നമ്മൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് എൻട്രി വരിക എന്നുള്ളതാണ്. അപ്പോൾ അക്കൗണ്ടിങ് വൗച്ചർ നമ്മൾ സെലക്ട് ചെയ്യണം. അക്കൗണ്ടിങ് വൗച്ചർ സെലക്ട് ചെയ്യുക. അക്കൗണ്ടിങ് വൗച്ചർ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുകയാണ്. നമ്മുടെ കമ്പനിയുടെ പേരിലുള്ള അക്കൗണ്ടിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ പോവുകയാണ്. ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ കോൺട്ര എന്ന് പറയുന്ന വൗച്ചർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കാണിക്കേണ്ടത്. കോൺട്ര വൗച്ചറാണ് അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. F4 ആണ് കോൺട്ര വൗച്ചർ നമ്മൾ എടുക്കാനുള്ള ഷോർട്ട് കീ. ഇവിടെ കോൺട്ര എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യാം. കോൺട്ര എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാണ് ബാങ്കിലേക്ക്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ഡിക്രീസ് ചെയ്യും, ബാങ്ക് എന്ന് പറയുന്ന അസറ്റ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എൻട്രി വരുന്നത് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ടാണ്. അതായത് ബാങ്കിനെ നമ്മൾ ഡെബിറ്റ് ചെയ്ത് കാണിക്കണം, ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്ത് കാണിക്കുക. ഇപ്പോൾ കോൺട്ര എന്ന് പറയുന്ന വൗച്ചർ എടുത്തു. ഇവിടെ 2 എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അതായത് ക്രെഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ചിട്ട് ഇതിൽ നിന്ന് ലെഡ്ജർ ഓഫ് അക്കൗണ്ട്, അതിൽ ലിസ്റ്റ് ഓഫ് ലെഡ്ജർ അക്കൗണ്ട് എന്നുള്ളതിൽ ക്യാഷ് എന്നുള്ളത് സെലക്ട് ചെയ്യണം. ക്യാഷ് ഓൾറെഡി ഉണ്ടാവും. എല്ലാ കമ്പനിയും നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴും ഓൾറെഡി അതിൽ ക്യാഷ് എന്ന് പറയുന്ന ലെഡ്ജർ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളിതിൽ ക്യാഷ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. എത്ര രൂപയാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുന്നത് ആ എമൗണ്ട് ഇവിടെ കൊടുക്കുക. എമൗണ്ട് എൻ്റർ ചെയ്തു. അതിനുശേഷം നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടത് ബാങ്കിനെയാണ്. ബാങ്ക് എന്ന് പറയുന്ന ഒരു ലെഡ്ജർ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. പുതുതായിട്ട് നമുക്കിവിടെ ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ Alt C എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ പുതിയൊരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഇവിടെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണത്. SBI എന്നുള്ള ബാങ്കിലാണ് നമുക്ക് അക്കൗണ്ട് വരുന്നത്, കമ്പനിയുടെ അക്കൗണ്ട് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ SBI ബാങ്ക് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അണ്ടർ ബാങ്ക് അക്കൗണ്ട് ആണ് വരിക. ബാങ്ക് അക്കൗണ്ട് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇനി നമ്മൾ ഇതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽസ് കൊടുക്കണം. ബാങ്കിൻ്റെ അഡ്രസ്സ്, അതുപോലെ തന്നെ സ്റ്റേറ്റ്, പിൻകോഡ്, അക്കൗണ്ട് നമ്പർ എത്രയാണോ വരുന്നത് അത്, ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ബ്രാഞ്ചിൻ്റെ പേര്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം നമ്മൾ എൻ്റർ ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് SBI ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ബാങ്ക് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ജേണൽ എൻട്രി അല്ലെങ്കിൽ വൗച്ചറാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മളിതിനെ സേവ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു. ഇനി ഇതേപോലെ തന്നെ ബാങ്കിൽ നിന്ന് നമ്മൾ വിഡ്രോവിങ് വരാറുണ്ട്. അപ്പോൾ വിഡ്രോ ചെയ്യുമ്പോഴും നമ്മൾ കോൺട്ര വൗച്ചറിൽ തന്നെയാണ് എൻട്രി ചെയ്യേണ്ടത്. എൻട്രി വരിക എങ്ങനെയാണെന്ന് വെച്ചാൽ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്. നമ്മൾ വിഡ്രോ ചെയ്യുകയാണ്. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ടാണ്. ക്യാഷിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുക, ബാങ്കിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുക. ക്യാഷ് നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. അതായത് ബിസിനസ്സിലേക്ക് ക്യാഷ് വരികയാണ് ചെയ്യുന്നത്. ബാങ്കിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ വീണ്ടും കോൺട്ര വൗച്ചർ തന്നെയാണ് സെലക്ട് ചെയ്യണത്. കോൺട്ര നമ്മൾ എടുത്തു. അതിനുശേഷം ഇവിടെ ബാങ്കാണ് നമ്മൾ കാണിക്കേണ്ടത്. ടു ബാങ്ക് ക്രെഡിറ്റ് ചെയ്യണത് ബാങ്കിനെയാണ്. SBI ബാങ്ക് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്തു. എത്ര രൂപയാണ് നമ്മൾ പിൻവലിക്കുന്നത് ആ എമൗണ്ട് ഇവിടെ കാണിക്കുക. എൻട്രി ചെയ്യുക. ഇതിൽ ബൈ ക്യാഷ് എന്നുള്ളത് കൊടുക്കുക. ഇപ്പോൾ ഒരു വിഡ്രോവിങ്ങിൻ്റെ എൻട്രിയാണ് നമുക്ക് കിട്ടുന്നത്. ഇത് ഓഫീസ് യൂസിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് പിൻവലിക്കുമ്പോൾ ഈ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ ചെയ്യേണ്ടത്. കോൺട്ര വൗച്ചറാണ് എടുക്കേണ്ടത്. ഈ ഒരു രീതിയിൽ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു SBI ബാങ്ക് എന്ന് പറഞ്ഞിട്ട് വൗച്ചർ കൊടുക്കുക. ഇനി ഇതിനെ നമ്മൾ സേവ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒന്ന് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, ബാങ്കിൻ്റെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതും ഓഫീസിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പിൻവലിക്കുന്ന 2 എൻട്രിയാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് വരുന്നത് ഒരു ബാങ്കിൽ നിന്ന് വേറൊരു ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും. ഇപ്പോൾ നമുക്ക് SBI എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് നമുക്കുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ഇതേ
കമ്പനിക്ക് വേറൊരു കനറ ബാങ്കിലും കൂടെ ഒരു അക്കൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കനറ ബാങ്കിലേക്ക് SBI ബാങ്കിൽ നിന്ന് ഒരു തുക നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ആ എൻട്രി എങ്ങനെയാണെന്നുള്ളതാണ് അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അതും കോൺട്രയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ കോൺട്രാ വൗച്ചർ സെലക്ട് ചെയ്തതിന് ശേഷം കനറ ബാങ്കിനെയാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നത്, SBI ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്യുക. കാരണം SBI ബാങ്കിൽ നിന്നുള്ള എമൗണ്ട് ആണ് നമ്മൾ കനറ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ SBI ബാങ്കിനെയാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. SBI ബാങ്ക് സെലക്ട് ചെയ്യുക. അതിനുശേഷം എമൗണ്ട് എത്രയാണോ നമ്മൾ മാറ്റുന്നത്, ട്രാൻസ്ഫർ ചെയ്യുന്നത് എത്രയാണോ ആ എമൗണ്ട് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നമ്മൾ ഇനി ഏത് ബാങ്കിലേക്കാണോ നമ്മൾ അതിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് ആ ബാങ്കിൻ്റെ പേര് ഇവിടെ കൊടുക്കണം. ഓൾട്ട് സി എന്നുള്ളത് കൊടുക്കുക. അടുത്ത ബാങ്കിൻ്റെ പേര് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ബാങ്ക് അക്കൗണ്ട് തന്നെയാണ് വരിക. ഇതേപോലെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസും അക്കൗണ്ട് നമ്പറും പിൻകോഡും ഇങ്ങനെയുള്ള കാര്യങ്ങളും നമ്മളിതിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിതിനെ സേവ് ചെയ്യുക. ഇപ്പോൾ കനറ ബാങ്കിലേക്ക് നമ്മൾ SBI ബാങ്കിൽ നിന്ന് ഒരു എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മളിതിനെ സേവ് ചെയ്യുക. അപ്പോൾ ഡെപ്പോസിറ്റ് നമ്മൾ പറഞ്ഞു, അതേപോലെ തന്നെ ഓഫീസ് ആവശ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വിഡ്രോ ചെയ്യുന്നത് പറഞ്ഞു, ഒരു ബാങ്കിൽ നിന്ന് വേറൊരു ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് പറഞ്ഞു. ഇനി നമുക്ക് വരുന്നത് ചില എക്സ്പെൻസുകൾ നമ്മൾ ഈ ബാങ്ക് വഴി കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ ചെക്ക് വഴി നമ്മൾ പേയ്മെൻറ്റുകൾ നടത്താറുണ്ട്. ചില എക്സ്പെൻസുകൾ അതെങ്ങനെയാണ് ചെയ്യുന്നതാണ് അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇലക്ട്രിസിറ്റി ബില്ല് അല്ലെങ്കിൽ ഫോൺ ബില്ല് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പെയ്ഡ് ചെയ്യുന്നത്. അപ്പോൾ അത് പെയ്ഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരിക എന്നുള്ളതാണ് അടുത്തത്. അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് കോൺട്രേ അല്ല, നമ്മൾ ഇനി ചെയ്യുന്നത് പേയ്മെൻറ്റിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് പേയ്മെൻറ്റ് വൗച്ചർ നമ്മൾ സെലക്ട് ചെയ്യുക. പേയ്മെൻറ്റ് വൗച്ചർ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ഒരു ഇലക്ട്രിസിറ്റി ബില്ലാണ് നമ്മൾ ബാങ്ക് വഴി പെയ്ഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഓൾട്ട് സി അടിക്കുക. ഇലക്ട്രിസിറ്റി ബില്ല് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് വരുന്നത്. എമൗണ്ട് എത്രയെന്ന് വെച്ചാൽ അത് നമ്മൾ കൊടുക്കണം. ഏത് ബാങ്കിൽ നിന്നാണ് നമ്മൾ ആ പേയ്മെൻറ്റ് നടത്തണമെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യണം. നേരത്തെ നമ്മൾ കനറ ബാങ്കിലേക്ക് കുറച്ച് എമൗണ്ട് മാറ്റിയിരുന്നു, അതുവഴിയാണോ അതല്ല SBI ബാങ്കിൽ നിന്ന് തന്നെയാണോ കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ ഇവിടെ SBI ആണ് നമ്മൾ സെലക്ട് ചെയ്യണത്. SBI ബാങ്ക് നമ്മൾ സെലക്ട് ചെയ്തു, എൻ്റർ ചെയ്യുക. നമ്മളിതിനെ സേവ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ബില്ല് പെയ്ഡ് ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ ഒരു ഫോൺ ബില്ല് നമ്മൾ കാണിക്കുകയാണ്. അപ്പോൾ ചെക്കായിട്ടാണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾ ഫോൺ ബില്ല് ടു ബാങ്ക് അല്ലെങ്കിൽ ചെക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എൻ്റർ ചെയ്യാം. ഇനി അതേപോലെ തന്നെ വലിയ എമൗണ്ടുകളൊക്കെയാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് നെഫ്റ്റ് വഴി നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ നോക്കുക. ഇപ്പോൾ ഒരാൾക്ക് നമ്മൾ ഒരു എമൗണ്ട് പെയ്ഡ് ചെയ്യാനുണ്ട്. അപ്പോൾ പേയ്മെൻറ്റിൽ തന്നെയാണ് എൻ്റർ ചെയ്യേണ്ടത്. ഇപ്പോൾ അനിൽ എന്ന് പറയുന്ന ഒരാൾ, അത് സൺട്രി ക്രെഡിറ്റർ ആണ്. അപ്പോൾ സൺട്രി ക്രെഡിറ്റർക്ക് നമുക്കൊരു എമൗണ്ട് പെയ്ഡ് ചെയ്യാനുണ്ട്. അതൊരു 5 ലക്ഷം രൂപയാണ് നമ്മൾ പെയ്ഡ് ചെയ്യുന്നത്. ഇവിടെ വന്നിട്ട് നമ്മൾ നെഫ്റ്റ് എന്നുള്ളത് കൊടുക്കുക. ഇതിനെ സേവ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പേയ്മെൻറ്റുകൾ കാണിക്കുന്നത്. ഇനി നമ്മൾ വിഡ്രോ ചെയ്യുന്നുണ്ട്, അത് പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി വിഡ്രോ ചെയ്യുകയാണ്. നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, കമ്പനിയുടെ ആവശ്യത്തിനല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് നമ്മൾ കോൺട്രയിൽ കാണിക്കാൻ പറ്റില്ല. നേരത്തെ നമ്മൾ പറഞ്ഞു നമ്മൾ ഓഫീസ് ആവശ്യത്തിന് വേണ്ടി വിഡ്രോ ചെയ്തപ്പോൾ അത് കോൺട്രാ വൗച്ചറിലാണ് നമ്മൾ ചെയ്തത്. പക്ഷേ ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ, അതായത് പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി വിഡ്രോ ചെയ്യുമ്പോൾ അതൊരിക്കലും കോൺട്രാ വൗച്ചറിൽ ചെയ്യാൻ പാടില്ല. പകരം പേയ്മെൻറ്റ് വൗച്ചറിൽ വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ ഒരു ഡ്രോയിങ്സ് ആണ്, ഒരു 5000 റുപ്പീസ് നമ്മൾ ഡ്രോയിങ്സ് ചെയ്യുന്നുണ്ട് പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ പേയ്മെൻറ്റ് നമ്മൾ സെലക്ട് ചെയ്തു. പേയ്മെൻറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഡ്രോയിങ്സ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓൾട്ട് സി എന്നുള്ളത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയൊരു ലെഡ്ജർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ക്യാപിറ്റൽ ആയിട്ടാണ് കാണിക്കേണ്ടത്. അണ്ടർ നമ്മൾ ക്യാപിറ്റൽ കൊടുക്കുക, എൻ്റർ ചെയ്യുക. ഡീറ്റെയിൽസും കൂടെ കൊടുക്കണം. ഇനി എൻ്റർ ചെയ്ത് നമ്മൾ എത്ര എമൗണ്ട് ആണോ, ഇപ്പോൾ 4000 നമ്മൾ സെലക്ട് ചെയ്യുന്നുള്ളൂ തൽക്കാലം. അപ്പോൾ എമൗണ്ട് സെലക്ട് ചെയ്തു. ഇവിടെ വന്നിട്ട് നമ്മൾ ഏത് ബാങ്കിൽ നിന്നാണ് നമ്മൾ ആ വിഡ്രോ ചെയ്തതെന്ന് വെച്ചാൽ ആ ബാങ്കിൻ്റെ പേര് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം.
അപ്പോൾ ഇത് പേഴ്സണൽ യൂസിന് വേണ്ടി നമ്മൾ വിഡ്രോ ചെയ്യുമ്പോൾ അത് പേയ്മെൻറ്റിലേ കാണിക്കാൻ പാടുള്ളൂ, ഡ്രോയിങ്സ് എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കേണ്ടത്. ഇനി നമുക്കിതിനെ സേവ് ചെയ്യാം. അടുത്തത് ബാങ്ക് ചാർജ് നമ്മൾ കൊടുക്കാറുണ്ട്. നമ്മൾ ബാങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ, നമ്മുടെ എന്തെങ്കിലും ട്രാൻസാക്ഷൻസിൻ്റെ കാര്യങ്ങൾക്കോ എന്തിനെങ്കിലും വരുന്ന സമയത്ത് ചെക്കിൻ്റെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചില സമയങ്ങളിൽ ബാങ്കിൽ ചാർജ് നമ്മൾ പെയ്ഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ബാങ്ക് ചാർജ് പെയ്ഡ് ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ എൻട്രി കൊടുക്കുക എന്നുള്ളതാണ്. അതും പേയ്മെൻറ്റിൽ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ബാങ്ക് ചാർജ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്, അതായത് നമ്മുടെ SBI ബാങ്ക് എന്നുള്ളത് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. അപ്പോൾ ഇവിടുന്ന് ബാങ്ക് ചാർജ് ഓൾട്ട് സി അടിക്കുക, ബാങ്ക് ചാർജ് എന്നുള്ളത് കൊടുക്കുക. അതും ഇൻഡയറക്റ്റ് എക്സ്പെൻസ് തന്നെയാണ് കേട്ടോ വരുന്നത്. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് സെലക്ട് ചെയ്യുക. അതിനുശേഷം എത്ര രൂപയാണോ ബാങ്ക് ചാർജ് വന്നത് അത് നമ്മൾ ആ ബാങ്ക് വഴി പേ ചെയ്തതായിട്ട് കാണിക്കണം. പിന്നെ അതേപോലെ തന്നെ ആർക്കെങ്കിലും നമ്മൾ ചെക്ക് കൊടുക്കാനുണ്ട്, അല്ലെങ്കിൽ ആരെങ്കിലും നമുക്ക് ചെക്ക് തന്നിരിക്കുന്നു. ഇപ്പോൾ നമ്മളൊരു സെയിൽ ചെയ്തിട്ടുണ്ട്, സെയിൽ ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടാനുള്ള ക്യാഷ് അവർ ചെക്കായിട്ടാണ് തന്നിട്ടുള്ളത്. അതായത് ബാങ്ക് വഴിയാണ് നമുക്ക് ട്രാൻസാക്ഷൻ ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ, അപ്പോൾ നമ്മുടെ ഡെപ്റ്ററാണ് നമുക്ക് എമൗണ്ട് തരുന്നത്. അപ്പോൾ നമ്മൾ റെസിപ്റ്റാണ് സെലക്ട് ചെയ്യേണ്ടത്. റെസിപ്റ്റ് വൗച്ചർ സെലക്ട് ചെയ്യുക. റെസിപ്റ്റ് വൗച്ചർ സെലക്ട് ചെയ്തതിന് ശേഷം ആരാണോ നമുക്ക് ക്യാഷ് തരാനുള്ള വ്യക്തി, അവരുടെ പേര് ഇവിടെ കൊടുക്കുക. സൺട്രി ഡെപ്റ്റർ ആണ്, അവരുടെ ഫുള്ള് ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുക്കുക. അതിനുശേഷം അവർ തരാനുള്ള എമൗണ്ട് എഴുതുക. ഇവിടെ വന്ന് നമുക്ക് ഏത് ബാങ്കിലേക്കാണ് അവർ തരുന്നത് ആ ബാങ്കിനെ നമ്മൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മളൊരു ചെക്ക് റിസീവ് ചെയ്തതായിട്ട് കാണിക്കുകയാണ്. ഇപ്പോൾ ചെക്ക് നമ്മൾ റിസീവ് ചെയ്തതായിട്ട് കാണിച്ചു. ഇനി നമുക്ക് വരുന്നത് ഈ ചെക്ക് ഡിസോണേർഡായി, ഇപ്പോൾ നമ്മളത് ചെക്ക് റിട്ടേൺ ആവുകയാണ് ചെയ്യുന്നത്, ക്യാഷ് ഇല്ലാത്തതിൻ്റെ പേരിലോ മറ്റോ ഇത് റിട്ടേൺ ആവുന്ന സമയത്ത് അത് നമ്മൾ കാണിക്കേണ്ടത് പേയ്മെൻറ്റ് വൗച്ചറിലാണ് എൻട്രി ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ വീണ്ടും പേയ്മെൻറ്റ് വൗച്ചർ എടുക്കുക. പേയ്മെൻറ്റ് വൗച്ചർ എടുത്തതിന് ശേഷം ആളുടെ പേര് നമ്മൾ സെലക്ട് ചെയ്യണം. ആരാണോ നമുക്ക് ചെക്ക് തന്നത് അവരുടെ പേര്, അതേ എമൗണ്ട്, അതിനുശേഷം ടു ബാങ്ക്. അപ്പോൾ നേരത്തെ നമ്മൾ ബാങ്കിനെ ഡെബിറ്റ് ചെയ്യാണ് ചെയ്തത്, ഇപ്പോൾ നമ്മൾ ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്യാണ്. കാരണം ചെക്ക് റിട്ടേൺ ആയി. അപ്പോൾ നമ്മളത് നേരെ തിരിച്ച് വേണം എൻട്രി ചെയ്യാൻ. ഇനി ഇതേപോലെ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടാറുണ്ട്. നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ടിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് കിട്ടാറുണ്ട്. അപ്പോൾ ആ ഇൻട്രസ്റ്റ് അതേ അക്കൗണ്ടിൽ തന്നെ കിടക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ എൻട്രി നമ്മൾ കാണിക്കണം. ഓരോ മാസം നമുക്ക്, അല്ലെങ്കിൽ ഒരു 3 മാസം കൂടുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഇൻട്രസ്റ്റ് നമ്മൾ റിസീവ് ചെയ്തതായിട്ട് വൗച്ചറിൽ കാണിക്കണം. അത് നമ്മൾ ചെയ്യുന്നത് റെസിപ്റ്റ് വൗച്ചറിലാണ്. റെസിപ്റ്റ് വൗച്ചർ നമ്മൾ സെലക്ട് ചെയ്യുക. റെസിപ്റ്റ് വൗച്ചർ എടുത്തതിന് ശേഷം നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടത് ഇൻട്രസ്റ്റിനെയാണ്, ഡെബിറ്റ് ചെയ്യേണ്ടത് ബാങ്കിനെയാണ്. അപ്പോൾ ഇവിടെ ഓൾട്ട് സി എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്നുള്ളത് കൊടുക്കുക. ഇൻഡയറക്റ്റ് ഇൻകാണ് വരിക. ഇൻട്രസ്റ്റ് റിസീവ്ഡ്, എത്ര രൂപയാണ് ഇൻട്രസ്റ്റ് ആയിട്ട് നമ്മൾ റിസീവ് ചെയ്തിട്ടുള്ളത് ആ എമൗണ്ട് കൊടുക്കുക. അതിനുശേഷം ഏത് ബാങ്കിലേക്കാണ് നമുക്ക് ആ ഇൻട്രസ്റ്റ് റിസീവ് ചെയ്തിട്ടുള്ളത് അത് സെലക്ട് ചെയ്യുക. ഇനി നമ്മളിതിനെ സേവ് ചെയ്യുക. ഇങ്ങനെയാണ് ഓരോ ട്രാൻസാക്ഷൻസും നമുക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ബാങ്ക് വഴിയുള്ള ട്രാൻസാക്ഷൻസ് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക. അത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതുണ്ട്, വിഡ്രോ ചെയ്യുന്നതുണ്ട്, പേഴ്സണൽ യൂസിന് വിഡ്രോ ചെയ്യുന്നതുണ്ട്, അതല്ലാതെ പാർട്ടിക്ക് നമ്മൾ കൊടുക്കാനുള്ളത് കാണിക്കുന്നുണ്ട്, ഇൻട്രസ്റ്റ് റിസീവ് ചെയ്തത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ബാങ്ക് ട്രാൻസാക്ഷൻസ് എല്ലാം ഈ ഒരു രീതിയിലാണ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ലോൺ എമൗണ്ട് പെയ്ഡ് ചെയ്യുന്നത് വരുന്നുണ്ട്. നമ്മൾ ലോൺ എടുത്തിട്ടുള്ള എമൗണ്ടുകൾ EMI എങ്ങനെയാണ് അടയ്ക്കുക എന്നുള്ളത് അത് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ പറയാം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.